Hello guys, welcome back to my YouTube channel. ഫസ്റ്റ് ഡേയിൽ നമ്മൾ 4 മണി കഴിഞ്ഞ് 4:05 ഏകദേശം. അപ്പൊ നമ്മൾ സലാർട്ടിംഗ് മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഫോണൊന്നും കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴെല്ലാം നോക്കി വെച്ചോളൂ. അപ്പൊ ഇവിടെ നമ്മൾ വന്ന സമയം ഇവിടെ അടയ്ക്കാറായി എന്നാണ് ഇപ്പൊ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഏകദേശം കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. എന്തായാലും നമ്മൾ ജഗത്ത് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഫോണൊക്കെ ഇപ്പൊ കൊടുക്കേണ്ടി വരും ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം. കണ്ട പോലീസൊക്കെ ഉണ്ട്. നമ്മൾ വന്ന സ്ഥലം നല്ല ഐശ്വര്യമുള്ള സ്ഥലമാണ്. വന്നപ്പോഴേ ഇവിടെ അടയ്ക്കാറായി. ആദ്യം പോയി ടിക്കറ്റ് എടുക്കാം. അപ്പൊ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ടിക്കറ്റ് കൗണ്ടർ. അങ്ങനെ നമ്മള് 5 മണി കഴിഞ്ഞപ്പോ, അതായത് ഇപ്പൊ കറക്റ്റ് ഒരു 5:07 അപ്പൊ കുറച്ച് സമയം 5 മണിക്ക് കറക്റ്റ് നമ്മുടെ ഈ മ്യൂസിയം അടയ്ക്കും ഗൈസ്. അപ്പം അതുവരെ നമ്മൾ കുറച്ചൊക്കെ കണ്ട്, ഫുള്ളൊന്നും കണ്ടില്ല. അതിന് മുന്നേ സംഭവം ക്ലോസ് ആയി. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഹൈദരാബാദിലെ മോളിലാണ്. അപ്പൊ ഏത് മോൾ? മഴ ഉള്ള ഒരു സമയത്താണ് വന്നിട്ടുള്ളത് ഗൈസ്. അപ്പൊ ഗൈസ് നല്ല മഴയുണ്ട്. ഇപ്പൊ മഴയത്ത് നമ്മുടെ ബസ് ഇതാണ്. ഇപ്പൊ ഏകദേശം എത്ര മണിയായി? നല്ല മഴയുണ്ട്. കറക്റ്റ് 6 മണിയായിട്ടുണ്ട്. 6 മണിയായപ്പോഴാണ് നമ്മളിതാ ഈ മോളിൽ എത്തിയിട്ടുള്ളത്. ഈ മോളില് മഴ ആയതിനെ കൊണ്ടാണ് പ്ലാൻ എല്ലാം തെറ്റിപ്പോയി. നമ്മുടെ ആദ്യത്തെ വിഷമിച്ചിരിക്കുകയാണ് മഴ. ഇത്രയും നാളെ പെരു വെയിലായിരുന്നു. നമ്മൾ പെട്ടുപോയി. ഇവിടെ വന്നപ്പോ ഇവിടെ 2 കുട്ടികൾ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തെ കേറിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നല്ലൊരു കാഴ്ച അനുസരം ഈ മോളില്. അയ്യോ അത് കഴിഞ്ഞു കേട്ടോ, അത് കഴിഞ്ഞത്. 6 മണിയായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടേക്ക് ഒന്ന് കാണാം. കറങ്ങാനേ പറ്റൂ ഗൈസ്. നമ്മളിങ്ങനെ ഈ മോളിന്റെ അകത്തൂടെ ഇങ്ങനെ നടക്കാണ് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ കാണാമൂല കണ്ണാടിയില്. ആ കണ്ണാടിയില് നമ്മളുണ്ട്. ഇവിടെ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ, ഒന്നിച്ച് പോവാൻ. നമുക്ക് 2ാമത്തെ നിലയിലോട്ട് പോകും ഗൈസ്. അപ്പൊ നമ്മൾ 7:20 നമ്മൾ ഈ മാളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയി. ഇപ്പൊ മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പുറത്ത് നല്ലൊരു പാർക്ക് കാണുന്നുണ്ട്. അവിടെ ഞാൻ കാണിച്ചില്ല. ഗൈസ് അപ്പൊ നമ്മള് കറാച്ചി ബിസ്ക്കറ്റ്, വളരെ ഫേമസ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ് കറാച്ചി ബിസ്ക്കറ്റ് എന്നാണ് ഇവര് പറയുന്നത്. നമുക്ക് അറിയാൻ വയ്യ. ബിസ്ക്കറ്റ് കടയാണ്, ബിസ്ക്കറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ വന്നിരിപ്പുണ്ട്. ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടല്ലേ, വളരെ ഹൈദരാബാദിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം കറാച്ചി ബിസ്ക്കറ്റ്. ഇത് ഓരോന്നിന്റെ റേറ്റ് വരുന്നത് 220 രൂപ. അങ്ങനെ ഒരു റേറ്റിലാണ് ഓരോ ബിസ്ക്കറ്റും വരുന്നത്. ഹൈദരാബാദ് സ്പെഷ്യൽ ഐറ്റം. അടുത്ത സ്ഥലം നമ്മളെ